അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള ദുഃഖകരവും ലജ്ജാകരവുമെന്ന് ട്രസ്റ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ. ക്ഷേത്ര ട്രസ്റ്റിന് സിഇഒയെ നിയമിക്കും. ഇതിനായി 3 അംഗ സമിതി രൂപീകരിക്കും. ചമ്പത് റായ്, അനിൽ മിശ്ര എന്നിവരുടെ രാജി സ്വീകരിച്ചു. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹന് ജനറൽ സെക്രട്ടറിയുടെ ഇടക്കാല ചുമതല നൽകി. മോഷണം തന്നെയെന്ന് स्वामी गोविंद देवगिरी प्रतिകരിച്ചു. चढ़ावा चोरी का कांड हुंडी के दान पात्रों के क्षेत्र में गिनती के समय हुआ है. यह हम सब लोगों के लिए अत्यंत लज्जाजनक स्थिति है. हम सब लोग इससे आहत हैं, हम दुखी हैं. चोरी कितनी छोटी हुई और कितनी बड़ी हुई, ये बात हम लोगों के लिए बाद में आती है. पहले इस प्रकार का वातावरण यहाँ पर हुआ, इसी से हम आहत हैं. हमारे चंपत राय जी को बड़ी वेदना हुई और उनको लगा कि जब तक सारा न्याय ठीक से हो नहीं जाता, अपराधी पकड़े नहीं जाते और उनको उचित दंड नहीं मिलता, तब तक हम लोगों को वहाँ पर बने रहना ठीक नहीं लगता है. ये सोच करके उन्होंने स्वयं ये त्यागपत्र दिया. जिसको मान्य करना न मान्य करना ये हमारे हाथ की बात नहीं थी. के पराशरन जी ने एक बड़ा सुंदर मुद्दा सामने लाया कि संविधान के अनुसार, इस न्यास के बने हुए कॉन्स्टिट्यूशन संविधान के अनुसार त्यागपत्र देते ही वह स्वीकृत माना जाता है और इसलिए हम लोगों के पास अन्य कोई चारा ही नहीं था. വിശ്വാസത്തെ ചിലർ മുതലെടുത്തുവെന്നും SIT റിപ്പോർട്ട് പരിശോധിക്കാൻ 22-ന് യോഗം ചേരുമെന്നും ഇടക്കാല ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണമോഹൻ പറഞ്ഞു. प्रबंधन और संचालन में कुछ कमियां रह गई थी, जिसका फायदा लोगों ने उठाया. तो मेरा ये पहला प्रयत्न होगा कि वो जितनी त्रुटियां, जहां कहीं भी लूप होल्स हैं, कहीं छूटा हुआ है, उसको सबसे पहले बंद करना. इस प्रकार की पुनरावृत्ति न हो भविष्य में, इसका मैं पूरा प्रयत्न करूंगा. നഷ്ടപ്പെട്ടുവെന്ന് പരാതി ഉയർന്ന ക്ഷേത്രത്തിലെ ചില ആഭരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് ട്രസ്റ്റ് ഭാരവാഹികൾ. ഗോപാൽ റാവുവിനെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ട്രസ്റ്റ് യോഗം അവസാനിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നത്? ഇടക്കാല ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ട്രസ്റ്റിന് ഒരു പുതിയ ജനറൽ സെക്രട്ടറി വരുന്നു എന്നുള്ളത് തന്നെയാണ്. കൃഷ്ണമോഹനെയാണ് ഇപ്പോൾ ട്രസ്റ്റിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ ആളാണ് മഹാരാഷ്ട്ര കേഡറിലുള്ള ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൃഷ്ണമോഹൻ. ഉത്തർപ്രദേശിലെ ഹർദോയ് സ്വദേശിയാണ് കൃഷ്ണമോഹൻ എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. RSSൻ്റെ കിഴക്കൻ മേഖലയുടെ ചുമതല കൂടി കൃഷ്ണമോഹൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചമ്പത് റായുടെയും അതോടൊപ്പം തന്നെ അനിൽ മിശ്രയുടെയും രാജി അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ച ട്രസ്റ്റ് പക്ഷേ ഇവരെ പൂർണ്ണമായും തള്ളിക്കളയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ചമ്പത് റായുടെ ക്ഷേത്ര നിർമ്മാണവും ക്ഷേത്ര പ്രക്ഷോഭത്തിലുമുള്ള പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ട്രഷറർ വാർത്താ സമ്മേളനം നടത്തിയത്. മാത്രമല്ല, പക്ഷേ ഈ ക്ഷേത്രത്തിൽ നടന്ന മോഷണം അല്ലെങ്കിൽ സംഭാവനകൾ, പണം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളത് അതീവ ദുഃഖകരമായ കാര്യമാണ്. മോഷണം തന്നെ എന്ന ട്രഷറർ കൂടിയായ സ്വാമി ഗോവിന്ദ ദേവഗിരി പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. 2-3 സുപ്രധാന തീരുമാനങ്ങൾ കൂടി ക്ഷേത്രം ട്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് CEO കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായി ഒരു 3 അംഗ സമിതി രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ ട്രഷറർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അതിനുശേഷം രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് വളരെ വിശദമായ ഒരു വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ സംഭാവനകൾ പണമായി ലഭിക്കുന്നതിനപ്പുറം വിലപിടിപ്പുള്ള സംഭാവനകൾ ഏകദേശം 2926 എണ്ണമാണ് ലഭിച്ചത്. ഇവയെല്ലാം തന്നെ സുരക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ ട്രസ്റ്റ് അംഗങ്ങൾ അറിയിക്കുന്നത്. അതിൽ ചിലതാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. മറ്റൊരു സുപ്രധാന വിവരം ഇതിൻ്റെ ഫിനാൻസസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന്, ക്ഷേത്ര നിർമ്മാണത്തിനായി പിരിഞ്ഞു കിട്ടിയ പണം അല്ലെങ്കിൽ സംഭാവനയായി ലഭിച്ചത് ഏകദേശം 3264 കോടി രൂപയാണ്.
2370 കോടി രൂപ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായി ഇതുവരെ ചെലവാക്കി എന്നുള്ളതാണ്. ബാക്കി പണം ബാങ്ക് ഡെപ്പോസിറ്റായിട്ട് തന്നെ അല്ലെങ്കിൽ നിക്ഷേപമായി തന്നെ സുരക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ ട്രസ്റ്റ് അറിയിക്കുന്നത്. മാത്രമല്ല മാർച്ച് 31 വരെ സംഭാവനയായി ലഭിച്ചത് 582 കോടി രൂപയാണ്. അതിൽ 391 കോടി രൂപ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ചെലവുകൾക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു പ്രസ്താവന ഇപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിടുന്നത്. മറ്റൊന്ന് ഗോപാൽ റാവുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. ഗോപാൽ റാവു കർണാടകയിൽ നിന്നുള്ള RSS നേതാവാണ്. ട്രസ്റ്റിനെ സഹായിക്കുന്നതിന് വേണ്ടി അയോധ്യയിലേക്ക് വിട്ടുകൊടുത്ത ആളാണ്. പക്ഷേ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റാരേക്കാളും വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയാണ്, ട്രസ്റ്റ് അംഗമല്ലാതിരുന്നിട്ട് പോലും. മാത്രമല്ല അവിടുത്തെ VIP ദർശനം അടക്കമുള്ള കാര്യങ്ങൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഗോപാൽ റാവുവിൻ്റെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇപ്പോൾ ഗോപാൽ റാവുവിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇപ്പോൾ ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ട്രഷറർ അറിയിക്കുന്നത്. ഏതായാലും രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. തൽക്കാലം ഈ ഒരു സംഭാവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു അവസാനം കുറിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ട്രസ്റ്റ് നോക്കിയിരിക്കുന്നത്. ചമ്പത് റായിയെയും അനിൽ മിശ്രയുടെയും രാജി സ്വീകരിച്ചുകൊണ്ടും കൃഷ്ണമോഹനെ പുതിയ ട്രസ്റ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചുകൊണ്ടും ഇക്കാര്യത്തിൽ ഒരു അവസാനം കുറിക്കാൻ കഴിയുമോ എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ട്രസ്റ്റ് നോക്കിയിരിക്കുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.